ഹായ് ആർമീസ്, ഞാൻ ചൂസ് എനിവണ്ണിൻ്റെ 36 എപ്പിസോഡായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എപ്പിസോഡ് കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ് എന്താണെന്ന് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ്. നീ വന്നു. ഞാൻ വിചാരിച്ചു ലേറ്റ് ആയപ്പോ നീ വരില്ലായിരിക്കും. അതിന് വരാതിരിക്കാനുള്ള കാരണമൊന്നുമില്ലല്ലോ. അതല്ലടാ, ഞാൻ നിന്നോട് ഓൾറെഡി പറഞ്ഞല്ലോ, അത്രയും ദൂരം എല്ലാ ദിവസവും ഡ്രൈവ് ചെയ്ത് വരേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ആവശ്യം ഞാൻ വിളിപ്പിക്ക് മാത്രം വന്നുവെച്ചാൽ മതിയെന്ന്. പിന്നെ ഇന്നലെ നിങ്ങൾ കുറെ ലേറ്റ് ആയിട്ടല്ലേ പോയത്, മഴയുടെ കേട്ട കാരണം. ഞാൻ വിചാരിച്ചു നീ രാവിലെ എണീറ്റ് പോകുന്നതാണ്, എണീക്കുമ്പോൾ വരില്ലെന്ന് വിളിച്ച് പറയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ ഇവിടെ കിടന്ന് ഒറ്റയ്ക്ക് പണിയെടുക്കുമ്പോൾ ഞാൻ ഇവിടെ കൈ കെട്ടി ഒരിക്കലും ഇരിക്കത്തില്ല. എത്ര ദൂരമാണ് ഞാൻ ഡ്രൈവ് ചെയ്ത് വരും. ഓക്കെ. അല്ല, കാരണം വന്നില്ലേ? എഴുന്നേറ്റാലല്ലേ വരത്തുള്ളൂ. ഇന്നലത്തെ അമ്മയുടെ തണുപ്പം പിടിച്ച് പുള്ളി കിടപ്പാ. ഞാൻ പോരുന്ന വരെ വിളിച്ചു, എഴുന്നേറ്റിട്ടേ ഇല്ല. ലോകയില്ലാതെ പുള്ളിങ്ങോട്ട് വരാൻ വലിയ താല്പര്യമില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരുമായിരിക്കും. എല്ലാവരും ഇത്രയും ത്രിലോകന്റെ ഓപ്പോസിറ്റ് ആണ് അവൻ എങ്ങനെ സഹിക്കണോ? ഇതാണ് അച്ഛനും അമ്മ എപ്പോഴും പറയുന്നത്. പിന്നെ ത്രിലോകന്റെ അവൻ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് അവൻ എന്ത് കാണിച്ചാലും പുള്ളിക്ക് ഓക്കെയാണ്. അത് ശരിയാണ്. അല്ല, അവിടെയുള്ളൊക്കെ സുഖമല്ലേ? ഞാൻ അമ്മേനെ വിളിച്ചു പോയില്ല, സമയം കിട്ടിയില്ലല്ലോ. നിന്നോട് ഞാൻ ചോദിച്ചില്ല. അവിടെ എല്ലാവർക്കും സുഖം, എല്ലാവരും അടിച്ചു പൊളിച്ചോണ്ടിരിക്കുക. ചേട്ടന്റെ മുന്നിലൊരു കുറവ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്നലെ സിറ്റുവേറ്റന്റെ അച്ഛൻ ഹോസ്പിറ്റലായിരുന്നു. പുള്ളിക്കാരൻ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പായല്ലോ. ഓ, സിദ്ധുവേട്ടൻ വന്നു. അപ്പൊ പിന്നെ നിങ്ങൾ എല്ലാ ഗ്യാങ്ങും ആയല്ലോ. പൊളിക്കുവാണല്ലോ ഇപ്പോ. ഇന്നലെയല്ല സിദ്ധുവേട്ടൻ വന്നത്, അപ്പോ ഇങ്ങോട്ട് പൊളിക്കാമല്ലോ. അല്ല, ഇന്നലെ ചേട്ടനെപ്പോഴാണ് വീട്ടിൽ ചെന്നത്? മീനു പേടിച്ചിരിക്കുവായിരുന്നു. പേടിച്ചിരിക്കുവായിരുന്നു. എന്നിട്ട് അവളിപ്പോ ഓക്കെ അല്ലേ? ഓക്കെയാ. ഞങ്ങളെല്ലാരും ഇന്നലെ സത്യം പറഞ്ഞ പേടിച്ചു പോയി അവളുടെ കാര്യം ഓർത്തിട്ട്. അതെനിക്കറിയാം. ഇന്നലെ എല്ലാവരും അവൾക്ക് ടെൻഷൻ അടിക്കുന്നത് ഞാൻ കണ്ടല്ലോ. അവള് നമ്മളെല്ലാരും കുഞ്ഞല്ലേ. കുഞ്ഞിന്റെ കഥയൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അതെന്താ ബ്രോ അങ്ങനെ ഒരു ടോക്ക്? ഒന്നുമില്ലേ. അഞ്ജലി പോരൂ. സാർ, ഈ കവർ ഇപ്പൊ ഒരാൾ തന്നിട്ട് പോയതാ. സാറിന് തന്നേക്കണോന്ന് പറഞ്ഞു. ആര്? പേരൊന്നും പറഞ്ഞില്ലേ? പേരൊന്നും പറഞ്ഞില്ല. ഒരാളാണ്, മാസ്ക് ഇട്ടാണ് വന്നത്. ഇത് സാറിന് കൊടുത്തേക്കണ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ട് പോയി. അന്ന് പൊക്കോ. മനുഷ്യട്ട് എന്തോന്ന് തുറന്നു നോക്ക്. നിർത്തി പിടിക്കില്ലേ? വാർത്താ കവർ പൊട്ടിക്കുന്നു. അതിനകത്ത് കുറച്ച് ഫോട്ടോസാണ്. അത് കണ്ടതും പാർത്ത ഞെട്ടുന്നു. എന്താ പാർത്തിട്ട് അതിനകത്ത്? അത് ചേട്ടൻ ഞാൻ നോക്കട്ടെ. ഇത് മീനു അർജുനും അല്ലേ? ഇത് വല്ല ഫേക്ക് ഫോട്ടോസും ആയിരിക്കും. നമ്മുടെ വരെ ശത്രുക്കൾ വരെ അയച്ചതായിരിക്കും. അല്ലാതെ ഇത് ഇതുപോലൊക്കെ മാസ്ക് കെട്ട് വന്ന് ഇങ്ങനെയൊക്കെ തന്നെങ്കിൽ അങ്ങനെ വല്ലതായിരിക്കും. ഫേക്കാണോ ഒറിജിനാണോ എനിക്കറിയില്ല. പക്ഷെ ഇത് അയച്ചതായാലും അത് ഞാൻ കണ്ടുപിടിച്ചോളാം. ചേട്ടന്റെ ഫസ്റ്റ് കേട്ടിട്ട് ഈ ഫോട്ടോസ് ഞാൻ ചേട്ടൻ വിശ്വസിച്ച പോലെ തോന്നുന്നു. ചേട്ടാ, ഫോട്ടോസ് ഒക്കെ എനിക്കതാ. ഞാനിത് ഒറിജിനലാണോ ഒറിജിനൽ എന്ന് തെളിയിക്കാം. പിന്നെ മീനും ഒറിജിനൽ തമ്മിൽ ഇത്ര അടുത്ത് റിലേഷൻഷിപ്പെടുന്ന എനിക്ക് തോന്നുന്നില്ല. അവൻ റിലേഷൻഷിപ്പിലായിരുന്നു, പക്ഷെ ഇത്ര അടുത്ത് അങ്ങനെ ഉണ്ടാകാൻ സാധ്യത. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവളൊരിക്കലും ചേട്ടൻ കണക്കാക്കാൻ തയ്യാറാകത്തില്ല. അത് ഒറിജിനൽ ഉപേക്ഷിച്ചിട്ട്. എനിക്കറിയാവുന്ന മീൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇത് ഒറിജിനൽ ഞാൻ കണ്ടുപിടിച്ചോളാം. പിന്നെ എനിക്കറിയാവുന്നൊരു മീൻ ഉണ്ടായിരുന്നു.
ആ മീനുവിനെയല്ല, നിനക്കറിയാവുന്നത്. സിദ്ധു നീ വന്നു. ഇന്റർവ്യൂല് കുറെ ഇവിടെ നന്നായിട്ടുണ്ടായിരുന്നു. അതല്ലേ ഞാൻ ഓടിക്കത്തിച്ചിങ്ങി വന്നേ. ആ സമയത്ത് ഇപ്പൊ എങ്ങനെയുണ്ടാ? ഡോക്ടർ എന്താ പറഞ്ഞു? അങ്ങനെയൊക്കെ തന്നെ. പിന്നെ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു, അതെനിക്ക് ഓൾറെഡി അറിയാം. പിന്നെ പറഞ്ഞിട്ടേന്ന് വെച്ച് പുള്ളി പറഞ്ഞു ഇനി അധികം നാൾ കാണത്തില്ല, ഹോസ്പിറ്റലിൽ ഇങ്ങനെ കൊണ്ടുവരണമെന്നില്ല, വീട്ടിൽ തന്നെ കിടത്തിയാൽ മതി. സിദ്ധു സാരമില്ല, ഇങ്ങനെ കിടന്നറിയിക്കുന്നൊക്കെ ബെറ്ററല്ലേ? അതോർക്കുമ്പോൾ ഒരാശ്വാസം. പക്ഷേ അച്ഛനമ്മ മരിച്ചപ്പോൾ തൊട്ട് ഞാനും പുള്ളിക്കാരത്തി മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഫാമിലി എന്ന് പറഞ്ഞ് കാണിക്കാൻ പുള്ളിക്കാരത്തി മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് എന്നെ വിട്ട് പോവാന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ആരും ഇല്ലാതായ പോലെ തോന്നുന്നു. അപ്പൊ ഞങ്ങളൊക്കെ ഇവിടെ മാങ്ങ പറിക്കാനിരിക്കുവാണോ? അറിയില്ലോ, നിങ്ങളാരും എനിക്ക് ഇല്ലെന്നല്ലടാ ഞാൻ ഉദ്ദേശിച്ചത്. നീ കൂടുതലൊന്നും മൊഴിയണ്ട. അച്ഛാമ്മ പോയാൽ നിനക്ക് ഫാമിലി പറഞ്ഞ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഇനി നിന്റെ വായി ഇതുപോലത്തെ എന്തെങ്കിലും മൊഴി ഞാൻ കോണിച്ചിട്ടപ്പോ. ത്രിലോകയുടെ ഞാൻ അതല്ലടാ ഉദ്ദേശിച്ചടാ, നിക്കടാ. ഓ ഇവൻ സിദ്ധു നിനക്കിപ്പോ ആവശ്യമായിട്ട് കാര്യം പറയേണ്ട ഒരാവശ്യമില്ലായിരുന്നു. ഒന്നും പറയുന്നില്ല, അവൻ ആരുമില്ല പോലും. എന്റെ വല്യമ്മ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പിന്നെ കൂടുതൽ ഉദ്ദേശമൊന്നും പറയണ്ട. നീ ഫുഡ് കഴിച്ചില്ലെങ്കിൽ കഴിക്കാൻ നോക്ക്. കഴിച്ചാലും സാരില്ല, ഒന്നോടെ കഴിക്കാം. എന്റെ പൊന്നു, ഈ കുടുംബം ഫുൾ ഇങ്ങനെയാണല്ലോ. തള്ളയും കണക്കാം മോനും കണക്കാം. എന്താ മനുഷ്യ എന്റെ കെട്ടിയവൻ എന്റെ അമ്മായിമ്മനൊക്കെ പറ്റി എന്ന് കുറ്റം പറഞ്ഞോണ്ടിരിക്കണേ? എന്റെ പൊന്നോ, ഞാൻ നിന്റെ കെട്ടിയവൻ അമ്മായിമാനെ പറ്റി ഒന്നും പറഞ്ഞില്ലേ. അങ്ങനെയാണെങ്കിൽ നല്ലത്. ലച്ചു, നീ ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചിട്ട് വാ, എനിക്കിവിടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. വെളിയിലേക്ക് ഇറങ്ങാം. ആ, ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരുവാ. എന്താ സിദ്ധുവായിട്ട് പറയാനുള്ളേ? രമ്യാൻ്റെ മീനുവിൻ്റെയും കാര്യം പറയാനുള്ളത് നമ്മൾ വിചാരിച്ച പോലെയല്ല. അവരുടെ സ്റ്റോറി അത് കുറച്ച് മിസ്റ്റീരിയസാണ്. ചേട്ടൻ പറ. രമ്യാൻ്റിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ശേഷം രമ്യാൻ്റെ ഡെലിവറി നടന്നു. ഉണ്ടായ കുട്ടി കുറച്ച് സെക്കൻഡുകൾ തന്നെ മരിച്ചു. പിന്നെ ഉണ്ടായതൊരു ആൺകുട്ടിയായിരുന്നു. ചേട്ടൻ എന്താ പറയുന്നേ? അപ്പൊ മീനു? മീനുവാരെന്നുള്ള ചോദ്യത്തിന് എൻ്റെ കയ്യിൽ ഉത്തരയില്ല. പിന്നെ രമ്യാൻ്റിയുടെ കുട്ടി പോയതുകൊണ്ടും പിന്നെ രമ്യാൻ്റി ഒന്ന് വീണതുകൊണ്ടും ഹെൽത്ത് കണ്ടീഷൻ തീരെ ശരിയല്ലായിരുന്നു. അത് കാരണം ഒരാഴ്ച അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോന്നപ്പോൾ രമ്യാൻ്റിയുടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു പെൺകുട്ടി. അത് മീനുവാണ്. രമ്യാന്റിയും അങ്കിളും കൂടി നിന്നെ ദത്തെടുത്താണെങ്കിലോ? ഇന്ത്യൻ നിയമപ്രകാരം ഒരു കുട്ടിയെ ദത്തെടുക്കുന്നതും അതും ഒരാഴ്ചയ്ക്കുള്ളിൽ അത് അത്രയ്ക്കും പോസിബിളായ കാര്യമൊന്നുമില്ല. പിന്നെ മീനു ആരാ? മീനുവാരാന്ന് കണ്ടുപിടിക്കാൻ കിട്ടിയ ആകെ ഒരു തെളിവ് അതവളുടെ ബർത്ത് സർട്ടിഫിക്കറ്റാണ്. മീനു ജനിച്ചെന്ന് കാണിക്കുന്ന ഡേറ്റിന് 2 ദിവസം മുമ്പാണ് രമ്യാൻ്റി പ്രസവിച്ചത്. അപ്പോൾ ആദ്യം ജനിച്ചത് രമ്യാൻ്റിയുടെ കുട്ടിയാണ്. അത് കഴിഞ്ഞാണ് മീനു ജനിക്കുന്നത്. പിന്നെ മീനു ജനിച്ചത് നമ്മുടെ മായാസ് ഹോസ്പിറ്റലാണ്. പക്ഷേ ഇതൊന്നുമല്ല ഇവിടുത്തെ ടെസ്റ്റ്. മീനുവിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ അവിടെ അച്ഛൻ്റെ അമ്മയുടെ പേര് രമ്യാൻ്റിയുടെ അങ്കണ്ടിയാണ്. ഹോസ്പിറ്റലിലെ ഡീറ്റെയിൽസിലും മീനുവിനെ പ്രസവിച്ചായിട്ട് കാണിക്കുന്നത് രമ്യാൻ്റിയാണ്. എന്താ ഈ പറയുന്ന? 2 ഹോസ്പിറ്റലിലും മീനു പ്രസവിച്ചെന്നെങ്ങനെ കാണിക്കും? ഇനി ആദ്യത്തെ ഹോസ്പിറ്റലിലെ ഡീറ്റെയിൽസ് ഫേക്ക് ആണെങ്കിലോ? ലച്ചു, രമ്യാൻ്റിയുടെ കുട്ടിയെ പ്രസവിച്ച ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അവിടുത്തെ ഡീറ്റെയിൽസ് ഒരിക്കലും തെറ്റത്തില്ല. പിന്നെ തെറ്റുന്ന എവിടത്തെയാണെന്ന് നിനക്ക് അറിയാലോ. ഈ മായാസ് ഹോസ്പിറ്റൽ ആരുടെയാണെന്നും എന്താണെന്ന് നിനക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ലച്ചു, ഇനി നീ എസ് പറഞ്ഞാൽ മാത്രമേ ഞാനിത് മുന്നോട്ട് അന്വേഷിക്കുള്ളൂ. ഇത് അന്വേഷിച്ച് വരുമ്പോൾ നീ എന്തായാലും വിഷമിക്കും. പിന്നെ നമ്മുടെ വീട്ടിൽ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ മീനു അവളിത് അറിയുമ്പോൾ എങ്ങനെ പെരുമാറുമെന്ന് പോലും നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുക, ഇനി ഇത് അന്വേഷിക്കണോ? നീ പറ. ചേട്ടൻ അന്വേഷിക്കണം. മീനു ആരാന്ന് എനിക്കറിയണം. ഇത്ര കൊല്ലമായിട്ട് അവളെല്ലാവരും പൊട്ട കളിപ്പിച്ചുകൊണ്ടിരിക്കുമല്ലോ. ഇനി അത് വേണ്ട. അവളുടെ അച്ഛനും അമ്മ ആരാന്നറിയാനുള്ള അവകാശം അവൾക്കുണ്ട്. പിന്നെ ഇത് കാരണം എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു അത് ഞാൻ സഹിച്ചോളാം. പക്ഷെ എനിക്ക് മീനു ആരാന്നറിയണം. ഞാൻ അന്വേഷിക്കാടി, എല്ലാം അന്വേഷിക്കാം.
ഈ പാർട്ടിയെ പറ്റി എന്നൊരു മൈൻഡ് പോലാക്കാതെ പോയ ലച്ചു, എന്താണ് നിനക്ക് പറ്റിയേ? രാവിലെ സിദ്ധു വന്നപ്പോ സിദ്ധുവോട് സംസാരിക്കുന്നുണ്ട്. കുറച്ചപ്പോ നിങ്ങളുടെ കൂടെ വെളിയൊക്കെ ഇറങ്ങി പോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോ കുളത്തിന്റെ പതിന്ന് സംസാരിക്കുന്നുണ്ട്. വന്ന ശേഷം തൊട്ട് നീ ഇരിപ്പിരിക്കാൻ തുടങ്ങിയതാ. എന്താ പറ്റിയത്? ഒന്നുമില്ല ഏട്ടാ. ഓ, ഒന്നുമില്ലെന്ന് കണ്ടാലും പറയൂല്ലോ അല്ലേ. നീ സിദ്ധുവിനോട് നീ ഒളിപ്പിക്കുന്നുണ്ടോ? ഞങ്ങളെന്ത് ഒളിപ്പിക്കാണ്? ഞങ്ങളൊന്നും ഒളിപ്പിക്കുന്നൊന്നുമില്ല. ചേട്ടൻ തോന്നുന്നു അങ്ങനെ. എനിക്ക് തലവേദന, നമുക്ക് കിടന്നാലോ? ഒന്നുമില്ലെങ്കിൽ നല്ലത്. നീ കടാ, ഞാൻ വരും, കിടക്കാം. ഭാരതേട്ടാ, ഭാരതേട്ടാ, എന്താ? ചേട്ടാ ചേട്ടാ ചേട്ടന്റെ പുറത്ത് നടക്കുമല്ലേ? ചേട്ടൻ അവോർഡില്ലേ? ഞാൻ നിന്നെ എപ്പോ അവോയ്ഡ് ചെയ്തേ? ഓ, ചേട്ടൻ അവോർഡ് ചെയ്ത് ചേട്ടൻ അറിയത്ത് പോലില്ലേ? നിന്റെ പ്രശ്നം എന്താ? ഇന്നത്തെ പോലെ സൂഹിക്കണോ? സൂഹിക്കണമെങ്കിൽ നീ പറ, ഞാൻ സൂഹിക്കാം. നിങ്ങളോട് സംസാരിക്കാമെന്ന് എന്നെ പറഞ്ഞാൽ മതി. ഇന്നലെ കൂടെ നമ്മുടെ എല്ലാ പ്രശ്നവും തീർന്നു ഞാൻ പറ്റി. പക്ഷെ ഒന്നും പറ്റില്ല. നിങ്ങളുടെ പ്രശ്നം എനിക്ക് സത്യ പ്രശ്നം മനസ്സിലാവുന്നില്ല. അതെന്താ ഞാൻ അറിയാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞ് സമ്മതിക്കത്തില്ല. എന്റെ പ്രശ്നം തന്നെ നീ എന്നെ കൊന്നോണ്ടിരിക്കുക, കൊന്നോണ്ട്. സിദ്ധു വന്നു കഴിഞ്ഞുള്ള ഡേയ്സ് എല്ലാവർക്കും കുറച്ച് സ്പെഷ്യലായിരുന്നു. എല്ലാവരും അവരുടെ വീട്ടിലേക്ക് പോകുന്നത് വരെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഓരോ ദിവസം കഴിയുന്നതോടെ ലച്ചും ത്രിലോകം പരസ്പരം അടുത്തു തുടങ്ങി. അതേപോലെ പാർത്തും മീനും അകന്നു തുടങ്ങി. പരസ്പരം മിണ്ടു പോയിട്ട് ഒന്ന് മുഖത്ത് പോലും അവരിപ്പോൾ നോക്കാറില്ല. അങ്ങനെ പതിയെ 1 മാസം കടന്നുപോയിരിക്കുന്നു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. നമ്മൾ പഠിച്ചെല്ലാം വന്നിട്ടുണ്ടായിരുന്നല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് കുഴപ്പമില്ലായിരുന്നു. എന്തായാലും ജയിക്കും, അത് ഉറപ്പാ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് എക്സാം കംപ്ലീറ്റ് ആയില്ലേ? എന്തായാലും ഏത് എക്സാമൊക്കെ ഓക്കെയാണ്, ജയിക്കൂലോ. അതുകൊണ്ട് സമാധാനമുണ്ട്. അതും ശരിയാ. അല്ല, എനിക്ക് വയ്യേ, എന്റെ മുഖമൊക്കെ എന്തോ പോലെ ഇരിക്കുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിനക്ക് തോന്നിയതായിരിക്കും. അതിനിടയ്ക്ക് ഒരാഴ്ചയായിട്ട് നിന്നെ ശ്രദ്ധിക്കുക. നിന്റെ മുഖത്ത് എന്തോ പോലെ ഇരിക്കുന്നു. പിന്നെ ഞാനോടത്തെ എക്സാമിന്റെ ടെൻഷനൊക്കെ കൊണ്ടായിരിക്കും. പക്ഷെ ഇതെന്തോ ഭയങ്കരമായിട്ട് വയ്യാത്ത പോലെ. പിന്നെ നീയും പാർത്തിട്ട് എന്തെങ്കിലും പ്രശ്നം കേട്ടോ? കുറച്ച് ദിവസമായിട്ട് ഞാൻ അത് നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്റെ പാർത്തേട്ടന്റെ പ്രശ്നം അത് കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയതല്ല. ഞങ്ങൾ ഭയങ്കര കഴിച്ചപ്പോ തൊട്ട് തുടങ്ങിയതാ. നീ അത് വീട് ഞങ്ങളുടെ പ്രശ്നം ഒരിക്കലും തീരാൻ പോകുന്നില്ല. അതിന് പാർത്തേട്ടനായിട്ട് തീർക്കാൻ ശ്രമിക്കാം. എന്നാ തീരും. എടി, എല്ലാം ശരിയാവൂടി? എല്ലാം ശരിയാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശരിയാവുമായിരിക്കും. അതൊക്കെ വിടാം. ഇതെന്താ പരിപാടി? എന്ത് പരിപാടി? നമ്മുടെ ഞങ്ങൾക്കെല്ലാം എക്സാം എത്തിട്ടേക്ക് വരട്ടെ, എന്നിട്ട് വീട്ടിൽ പോകാം. എടി, നമുക്ക് വീട്ടിൽ പോകാം. അവരോട് വിളിച്ച് പറയാൻ വീട്ടിൽ പോയത്. എനിക്കെന്തോ തലയൊക്കെ കറങ്ങുന്നത് പോലെ തോന്നുന്നു. കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ എനിക്ക് വീട്ടിൽ പോയി കിടന്നാൽ കൊള്ളാവുന്നുണ്ട്. നിന്നോട് അതല്ലായിട്ട് കുറച്ച് കഴിയുമ്പോൾ ചോദിച്ചോണ്ട് നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നിനക്ക് വയ്യെന്ന്. അപ്പൊ അവള് പറയുന്നില്ല. നിനക്ക് ഹോസ്പിറ്റലിൽ പോകണം, ഹോസ്പിറ്റലിൽ പോകാൻ നോക്കിയപ്പോ ഹോസ്പിറ്റലിൽ പോകാം. എനിക്ക് ഹോസ്പിറ്റൽ ഒന്നും പോകണ്ട, അതിന് മാത്രമുള്ള പ്രശ്നമൊന്നും എനിക്കില്ല. നീ വീട്ടിൽ പോകാൻ കിടന്നാൽ മതി. നീ വാ, നമുക്ക് പോകാം. അപ്പച്ചി, ഞങ്ങൾ വന്നു. രണ്ടെണ്ണം. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. ജയിക്കൂ? നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അത്ര ഒന്നും ആകില്ല, എന്നാലും ജയിക്കും. ജയിച്ചാ മതി. അല്ല, മേനു എന്തിയെ? അവൾ എന്റെ പുറകെ വരുന്നുണ്ടായിരുന്നല്ലോ, ദേ വരുന്നു.
വല്യമ്മ സിധു, മീനിപ്പോ എങ്ങനെയുണ്ട്? അവർക്കെന്താ പറ്റിയേ? അത് പറയാം, നിങ്ങൾ 4 പേരും അത് അകത്തിട്ട് കയറി വാ. പിന്നെ പാർത്തിനെ വിളിച്ച് പറഞ്ഞു. ആ സിധു പാർത്തിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാ 4 പേരും വാ. മീനു മോളെ, നീ ഓക്കെ അല്ലേ? എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല നിർമ്മലമ്മ. പിന്നെ നിന്നോട് വൈകേണ്ട ഹോസ്പിറ്റലിൽ പോകാൻ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞ ഒരു കുഴപ്പമില്ലെന്ന്. മറിച്ച് പേടിച്ചു പോയി, നിനക്കറിയോ? എടി അതിനെനിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ അല്ലേ. പിന്നെ എന്താ? നീ ഇനി കൂടുതലൊന്നും പറയണ്ട. ലച്ചുടി, മീനു നീ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ ഓക്കെ ഏട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. മീനു ആ സിധു ഏട്ടാ, പറ. സിധു, നീ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞു, അത് പറഞ്ഞില്ല. അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പം നിങ്ങളെല്ലാവരും കൂടി മീനുവിൻ്റെ പുറത്ത് കയറുമായിരുന്നു. അവൾ തലകറങ്ങി വീണെന്ന് ആരും അവളെ പുറത്തിട്ട് കയറേണ്ട ആവശ്യമില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് പോയി പാർത്തിനോട് പറഞ്ഞേച്ചാൽ മതി. ഇവള് തല കറങ്ങി വീണേന് എന്തിനാ അവനെ കുറ്റം പറയുന്നത്? ഇവള് തലകറങ്ങി വീണേൻ്റെ കാരണക്കാരൻ അവനായതുകൊണ്ട്. ഇവള് തല കറങ്ങി വീണേന്റെ കാരണം അവനാകുന്ന എങ്ങനെയാ? ഇത് നീ എന്തായി പറഞ്ഞ? എനിക്കൊന്ന് മനസ്സിലാ. മീനു, അവൻ നിന്നെ വല്ല ചെയ്തോ? അവൻ നിന്നെ വല്ല ചെയ്തോ? അങ്ങനെ വല്ല ചെയ്തെങ്കിൽ ഞാൻ അവനെ കൊല്ലും. ഞാൻ അവനോട് 100 തവണ പറഞ്ഞു. നിന്നോട് ഞാൻ പറഞ്ഞു അവൻ എന്താ ചെയ്ത് എന്നോട് ഒന്ന് പറയണമെന്ന്. എന്താ അവൻ ചെയ്തേ? എന്താ അവൻ ചെയ്തേ? എൻ്റെ ത്രിലോകം നിർത്തിക്ക്. ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ട് തോക്കിക്കയറി വെടിവെച്ചാൽ എങ്ങനെ ശരിയാകുന്നത്? മീനു പ്രഗ്നൻ്റ് ആണ്. അവൾ അമ്മയാക്കാൻ പോവാ. പാർത്തച്ഛനും നീ ചെറിയച്ഛനും. നീ എന്താ പറഞ്ഞ സിധു? എടാ, മീനു പ്രഗ്നൻ്റ് ആടാ. നമ്മുടെ വീട്ടിലെ ഫസ്റ്റ് ബേബി വരാൻ പോവാ.